നിങ്ങൾ നിങ്ങളെ സ്വയം ഓർക്കാനും തിരിച്ചറിയുവാനും യഥാർത്ഥ ഒറിജിനിലേക്ക് മടങ്ങുവാനും സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇതാരെയും ദ്രോഹിക്കുന്നതല്ല, ആരോടും ദേഷ്യമുള്ളതല്ല, ആരോടും നിർബന്ധമുള്ളതുമല്ല. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ സാക്രിഫൈസ് അല്ലെങ്കിൽ ബലി, ദിവ്യ ബലി എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നത് ഒരിക്കലും ഒരു കോപാകുലനായ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു ബലിയായിരുന്നില്ല. മനുഷ്യര് പലരും ഇത് പഠിപ്പിക്കാൻ വന്നിട്ട് പോയത്. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അവബോധം ഭൗതിക ശരീരത്തെ എങ്ങനെ അതിജീവിപ്പിക്കുന്നു എന്ന ഒരു പ്രകടനമായിരുന്നു. അവരുടെ ആ പവർ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. നിങ്ങൾ ഒരു കുഞ്ഞാണിപ്പോൾ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആരോട് സങ്കടമോ ദേഷ്യമോ വിഷമോ ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു കുഞ്ഞു കുട്ടിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും സങ്കടമില്ല, ആരോടും പകയില്ല. ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് പോലും ആ കുട്ടീനെ നുള്ളി പറിച്ച് വേദനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി മറന്നു പോകും അത്. ഈ മാർഗത്തിൽ വന്ന ഒരുപാട് പേരുണ്ട്. അതില് പ്രത്യേകിച്ചും യേശുവിൻ്റെയൊക്കെ മരണം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും ഭൗതിക ശരീരം ഇല്ലാതായ ആ സമയം എന്ന് പറയുന്നത്, അത് അവബോധം ശരീരത്തെ അതിജീവിക്കുന്നു. മരണം പോലും സൂക്ഷ്മ ശക്തികളുടെ അന്തിമ ഉപകരണമാണ്, ലാസ്റ്റ് ടൂൾ എന്ന ബോധത്തിലേക്ക് നാം ഉയരുകയാണ്. യഥാർത്ഥ സ്വഭാവത്തെ അറിയുന്ന ഒരാൾക്ക് മേൽ യാതൊരുവിധ അധികാരവും ഇവർക്കൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന സത്യം. അതൊരു നിരീശ്വരവാദി ആയിക്കൊണ്ടോ മതവാദി ആയിക്കൊണ്ടോ അറിയാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു സിസ്റ്റം ഉണ്ടായിട്ട് എന്തുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നില്ല? നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയും പെർഫെക്റ്റ്, ഞാനിത് മനസ്സിലാക്കിയത് ഇത്രയും പെർഫെക്റ്റ് ആണ്, ഇതിൽ